മഹ്ദി നഫീസത്തുൽ മിസ്രിയ. കാസർഗോഡിന്റെ പരിസരത്തുള്ള പെങ്ങള്, നിന്നെ പോലെ വികാരമുണ്ടായിരുന്നു, വിചാരമുണ്ടായിരുന്നു, മോഹങ്ങളുണ്ടായിരുന്നു. നിന്നെ പോലെ പച്ചയിറച്ചിയുള്ള പെണ്ണായിരുന്നു. നീ വിചാരിക്കുന്നു നീയാണ് ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവളെന്ന്. എങ്കിലും നഫീസാന അറിയുവോ? മിസറിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? മിസറിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? മഹ്ദി നഫീസത്തുൽ മിസ്രിയ, മിസറിന്റെ മാണിക്യവാ. പോയി നോക്കടി പൊന്നുമോളെ. ഇന്നും നഫീസത്തുൽ മിസ്രിയുടെ ഖബർ കാണാൻ ചെന്നാൽ വില കൂടിയ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാ. വില കൂടിയ പൂക്കൾ കൊണ്ട് നഫീസത്തുൽ മിസ്രിയുടെ ഖബറിന്റെ പരിസരം മുഴുവനും അവിടെ അലങ്കരിച്ചിരിക്കുകയാ. ആ നഫീസത്തുൽ മിസ്രി ഉണ്ടല്ലോ, അള്ളാന്റെ ഖുർആനിലെ ഈ സൂറത്ത് കേട്ടപ്പോഴാ, അള്ളാന്റെ ഖുർആനിലെ ഈ സൂറത്തുണ്ടല്ലോ, മുത്തുനബി കരയണമെന്ന് പറഞ്ഞ, മുത്തുനബി കരയുന്നവരെ പോലെ അഭിനയിക്കണമെന്ന് പറഞ്ഞ ഈ സൂറത്ത് ഓതിയിട്ട് അവിടെന്ന് അർത്ഥം പറഞ്ഞപ്പോ പ്രവാചകൻ അവിടെന്ന് ഓതുകയാണ്, അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്തങ്ങ് ഓതി കഴിയുമ്പോ, ഈ സൂറത്ത് ഓതിയിട്ട് അർത്ഥം പറയുമ്പോ നഫീസ ബോധം കെട്ട് വീണുമ്മാ, നഫീസ ബോധം കെട്ട് വീഴുകയാണ്. പടച്ചവരെ, വഴുത് കെടിഞ്ഞെല്ലാവരും പിരിഞ്ഞുപോയി. എന്തേ പറഞ്ഞത്? ഖബറിനെ കുറിച്ചാ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചാ, അല്ലാഹുവിന്റെ കോടതിയെ കുറിച്ചാ, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ചാ ഈ സൂറത്താണ് അർത്ഥം പറഞ്ഞു കൊടുത്തത്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. പടച്ചവരെ, തന്റെ കുടിലേക്ക് ഓടുകയാണ്. വീടിന്റെ അകത്തേക്ക് ഓടി ചെന്നിട്ട് അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്ത് അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു, മുസല്ലയെടുത്ത് വലിച്ചെറിഞ്ഞു. വീടിന്റെ മൂലയിലേക്ക് കടന്നു ചെന്നിട്ട് മണ്ണ് കുഴിക്കുന്ന ഒരു ആയുധമെടുത്തു. എന്നിട്ട് നിസ്കരിച്ച സ്ഥലത്ത് ആരും കാണാതെ വീടിന്റെ അകത്ത് ഖബർ കുഴിച്ചുമ്മാ. ഒരു പെണ്ണാരും കാണാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് അതിരാത്രി ആരും കാണാതെ തന്റെ വീടിന്റെ അകത്ത് ഖബർ കുഴിക്കുകയാ. ഈ നാട്ടിലെ ഏതെങ്കിലും പെണ്ണിന് ധൈര്യമുണ്ടോ പള്ളിപ്പറമ്പില് പോയിട്ട് കുഴിയെടുക്കണ്ട, നിന്റെ വീടിന്റെ അകത്തൊരു ഖബർ കുഴിക്കാൻ? നീ സീരിയല് കണ്ടിട്ട് കരയുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ഖബർ കുഴിക്കുമ്പോ കരയുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്. കണ്ണുനീരിങ്ങനെ മണ്ണിലേക്ക് വീഴുകയാണ്. എങ്ങനെ കരയാതിരിക്കും? എങ്ങനെ കരയാതിരിക്കും? ഖബറല്ലേ കുഴിക്കുന്നത്, ഖബറല്ലേ കുഴിക്കുന്നത്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ അല്ലാഹുവേ, ഖബർ കണ്ടാ കരയട്, ഖബർ കണ്ടാ കരയട്. അല്ലാഹുവേ, നഫീസത്തുൽ മിസ്രിയ കരഞ്ഞുകൊണ്ട് ഖബർ കുടിക്കുകയാണ്. തന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് കൊണ്ട് ഖബറിന്റെ അകത്ത് മണ്ണുപോലും നനയുകയാ.
അല്ലാഹുവേ എന്നെ ഇതിനകത്ത് കൊണ്ടുപോയി കിടത്തുവല്ലോ, എന്നെ ഇതിനകത്തിട്ട് മൂടുവല്ലോ. ഇതിനകത്ത് പാമ്പുകളുണ്ടല്ലോ, ഇതിനകത്ത് തേളുകളുണ്ടല്ലോ, ഇതിനകത്ത് പുഴുക്കളുണ്ടല്ലോ, എന്നെ തിന്നുവല്ലോ അല്ലാ. നഫീസത്തുൽ മിസ്രിയ കരയുകയാ. കാരണം വലിയ വലിയ പാമ്പുകളും തേളുകളും ഖബറിന്റെ അകത്തുണ്ടല്ലോ. പടച്ചവരെ, ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേസന് വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. സുബ്ഹാനല്ലാഹ്. കൊണ്ടുപോയിട്ട് 3 പലകയങ്ങാടം മാറ്റിയാ കണ്ണ് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുവല്ലോ, ചുണ്ട് പുഴുക്കുവല്ലോ. ദിവസങ്ങൾ കഴിയുമ്പോൾ ബലൂണ് വീർക്കുന്നത് പോലെ വയറ് വീർത്ത് വന്ന് പലകയിൽ ഇങ്ങനെ തട്ടിയിട്ട് പിന്നെ പൊങ്ങാ സമയമില്ലാതെ പൊട്ടിച്ചിതറുവല്ലോ. എന്തേ ചിന്തിക്കാത്തത്? നഫീസത്തുൽ മിസ്രി എന്ന് പറയുന്ന പെണ്ണ് കബറ് കുടിക്കുമ്പോ കരഞ്ഞത് പറഞ്ഞിട്ടാട് അവസാന കബറിന്റെ പണിയങ്ങ് കഴിഞ്ഞു. അല്ലാഹുവേ, അവസാന കബർ ഉദ്ഘാടനം ചെയ്യണമല്ലോ. ഓടിച്ചെന്നിട്ട് ഒതുവെടുക്കുകയാണ്, ഓടിച്ചെന്നിട്ട് ഒതുവെടുക്കുകയാണ്. മുസല്ല എടുത്തുകൊണ്ട് കബറിന്റെ അകത്തിറങ്ങി, സ്വന്തം കൈകൊണ്ട് കുടിച്ച കബറിന്റെ അകത്തിറങ്ങിയിട്ട് മുസല്ല വിരിച്ചിട്ട് നിസ്കരിച്ച് 10,000 റക്അത്താ കബറിന്റെ അകത്തിരുന്നിട്ട് 10,000 റക്അത്ത് നഫീസത്തുൽ മിസ്രിയ നിസ്കരിക്കുകയാ. അല്ലാഹുവേ, അത് മാത്രമല്ല, വിളക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് കബറിന്റെ അകത്ത് ഖുർആനുമായിട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് അതിനകത്തിരുന്ന് അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. 114 അധ്യായങ്ങള്, 6666 ആയത്തുകള് ആ ഖബറിന്റെ അകത്തിരുന്ന് ഓതാ തുടങ്ങി. 1 അല്ല 10 അല്ല 50 അല്ല 100 അല്ല 1000 അല്ല 4000 പ്രാവശ്യം ഖത്തം ഓതി തീർത്തുമ്മ. 4000 ഖത്തമാ ഓതിയത്. നീ ഒരെണ്ണ ഓതിയാ മതിയടാ ചെറുപ്പക്കാരാ. ഈ പ്രായത്തിന്റെ ഇടയില്, എടാ ഈ പ്രായത്തിന്റെ ഇടയില് 20, 25, 30 തികഞ്ഞ ആണിനോടും പെണ്ണിനോടും ഞാൻ ചോദിക്കുകയാ, അല്ലാഹു തന്ന 30 കൊല്ലത്തിന്റെ ഇടയില് എടാ ഒരു പേജ് വെച്ചെങ്കിലും ഓതാ കഴിഞ്ഞിട്ടുണ്ടോ? മോനെ, ഒരു ഖത്തമെങ്കിലും നിന്റെ ജീവിതത്തിൽ ഓതിയിട്ടുണ്ടോടാ? എങ്ങനെ രക്ഷപ്പെടാനാടാ ചെറുപ്പക്കാരാ? പെങ്ങന്മാര്, നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, 4000 ഖത്തം ഖബറിന്റെ അകത്തിരുന്ന് ഓതി തീർത്തു. എല്ലാ ദിവസവും നോമ്പാണ്, രാത്രി ഉറങ്ങാതെ നിസ്കാരവും ഖുർആനും സ്വലാത്തുകളുമാണ്. അവസാനം അവിടെ നിന്ന് രോഗമായി അല്ലാഹുവേ വീടിന്റെ അകത്ത് കിടക്കുമ്പോ കുടുംബക്കാര് വന്നിട്ട് ചോദിക്കുന്നു, മോളെ നഫീസ, എന്ത് കോലമാണ് നഫീസ, നിന്റെ സൗന്ദര്യം മുഴുവനും പോയല്ലോ, തൊലി കറുത്തു പോയല്ലോ, കണ്ണ് കുഴിഞ്ഞു പോയല്ലോ, എല്ലും തോലുമായല്ലോ. അല്ലാഹുവേ, എന്തിനാ നീ ഇങ്ങനെ ഉറക്കമൊഴിയുന്നത്? എന്തിനാ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത്? ഓരോ ദിവസം ഇടപെട്ട് നിനക്കൊന്ന് നോമ്പ് പിടിച്ചുകൂടെ? നിനക്കൊരല്പനേരം ഉറങ്ങിക്കൂടെ? നഫീസ കരയുകയാ, നഫീസത്തുൽ മിസ്രിയ കരയുകയാ.
എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയുവോ? 30 കൊല്ലം ഞാൻ എന്തിനാണ് അല്ലാഹുവോട് ദുആ ചെയ്യുന്നതെന്നറിയുവോ? 30 വർഷമായിട്ട് ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, മരിക്കുമ്പോ നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാ. ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ അഭിലാഷം നോമ്പുകാരിയായി മരിക്കാരാ. 2, ഖുർആൻ ഓതിക്കൊണ്ട് മരിക്കണം. അവസാനം അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് മരിക്കണം. 30 കൊല്ലം ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് ഇതാണ്. കുടുംബക്കാര് പിരിഞ്ഞു പോയി. അവസാനം മരണമെടുത്തപ്പോ, സക്കറാത്തിന്റെ അവസ്ഥ വന്നപ്പോ, നഫീസത്തുൽ മിസ്രിയ സ്വന്തമായിട്ട് മയ്യത്ത് കുളിച്ചു. എന്നിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന കഫൻ തുണിയും എടുത്തുകൊണ്ട് താൻ സ്വന്തം കൈകൊണ്ട് കുടിച്ച ഖബറിന്റെ ചാരത്ത് വന്ന് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹു അതാ മലക്കുൽ മൗത്തിനെ കാത്തു കിടക്കുമ്പോ വീടിന്റെ വെളിയിൽ വന്നിട്ട് വിളിക്കുന്നു, നഫീസ, അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുന്നു നഫീസ എന്ന് അസ്രായീൽ വന്ന് വീടിന്റെ വെളിയിൽ നിന്ന് പറയുകയാണ്. അവിടുന്ന് വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവേ, 30 കൊല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തത് മരിക്കുമ്പോ നോമ്പുകാരിയായിട്ട് മരിക്കണമെന്നാണ്. എന്റെ പെങ്ങളെ, മരിക്കുന്ന ദിവസം നോമ്പായിരുന്നടി മോളെ, മരിക്കുന്ന ദിവസം നോമ്പുകാരിയാണ്. അല്ലാഹുവേ, 30 കൊല്ലത്തെ ഒരു അഭിലാഷമാണ് നടന്നിരിക്കുന്നത്. കാലിന്റെ തള്ളവരിൽ നിന്ന് മലക്കുകൾ റൂഹ് പിടിക്കാൻ തുടങ്ങി. അല്ലാഹുവേ, 4000 പ്രാവശ്യം ഖബറിന്റെ അകത്തിരുന്ന് ഖത്തമോദിയതല്ലേ പരിശുദ്ധമായ ഖുർആൻ എടുത്തു പെങ്ങളെ. മരിക്കുന്ന സമയത്ത് ഓതിയ ആയത്തേതാ? നിന്നെ പോലെ ദുനിയാവിൽ ജീവിച്ചിരുന്ന ഒരു പെണ്ണ് മരിക്കുമ്പോ 30 കൊല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് മരിക്കുന്ന സമയത്ത് പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഓതിയ ആയത്തേതാ? ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹും വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ സ്വർഗ്ഗത്തിന്റെ ആയത്തൂതിയിട്ട് പച്ചപ്പറവയെ പോലെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് പറന്നു പോയെന്ന ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, സൂറത്തു തകാസുർ ഉണ്ടല്ലോ, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽബൽ യഖീൻ ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യരോതുമ്പോ, ഏതെങ്കിലും ഒരു പെണ്ണോതുമ്പോ അവളുടെ കണ്ണ് നിറഞ്ഞാൽ അവളുടെ പാപം അല്ലാഹു പൊറുക്കുകയാ. അവൾക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.